രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട പരാതികളിൽ ഇപ്പോൾ അന്വേഷണം മന്ദഗതിയിൽ പോവുകയാണ്. കാരണം കൃത്യമായ തെളിവുകൾ കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഉടൻ തന്റെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ? രാഹുൽ മാങ്കൂട്ടം രാഷ്ട്രീയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ അത് സത്യത്തിൽ പ്രവചനാതീതമാണ്. എന്തും സംഭവിക്കാം. അത് തീരുമാനിക്കേണ്ടത് അയാളാണ്. ഇവിടെ ഇപ്പോൾ സത്യത്തിൽ അന്വേഷണം മന്ദഗതിയിലാണോ അതോ അന്വേഷണം നിലച്ചിരിക്കുകയാണ്? വലിയ കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്ന ഒരു സാധനം പലരുടെയും അതായത് ഒരു വിഷയത്തിന് ഇരയായ ആളാണ് പരാതി കൊടുക്കേണ്ടത്. ഏതെങ്കിലും ഒരു തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിച്ച ആളാണ് പരാതി കൊടുക്കേണ്ടത്. അങ്ങനെ ഒരു പരാതി ഇല്ല. അപ്പൊ മൂന്നാം കക്ഷി പരാതി കൊടുത്തിരിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഗർഭഛിദ്രം നടത്തി അത് കുഞ്ഞിന്റെ ജീവിക്കാനുള്ള അവകാശത്തെ, ഗർഭസ്ഥ ശിശുവിന്റെ ജീവിക്കാനുള്ള അവകാശത്തെ ഹനിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞാണ് പരാതി. സമാനമായ രീതിയിൽ ബാലാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട്. പക്ഷെ ആ കേസൊക്കെ കോടതിയിൽ നിൽക്കുമോ എന്നുള്ളതാണ്. വെറും ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള എന്താ പറയണ്ടേ വാട്സാപ്പ് ചാറ്റുകളും മറ്റുമൊക്കെ വെച്ചുകൊണ്ടുള്ള പോസ്റ്റുകളെ അടിസ്ഥാനപ്പെടുത്തി പോലീസിന് കേസെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു കേസുമായിട്ട് ചെന്നാൽ, അങ്ങനെ ഒരു FIR ഇട്ട് മജിസ്ട്രേറ്റിന്റെ അടുക്കൽ ചെന്നാൽ അത് കോടതിയിൽ നിലനിൽക്കുമോ? ഈ ചോദ്യത്തിനൊക്കെ ഉത്തരം കിട്ടേണ്ടതാണ്. നിയമവിദഗ്ധർ ആണ് ഇക്കാര്യത്തിൽ ഒരു അവസാന വാക്ക് പറയേണ്ടത്. അവർക്കറിയാം നിയമം എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുക, അതിനെ കൈകാര്യം ചെയ്യുക എന്ന് അവർക്ക് അറിയാം. എന്തായാലും ഒരു കാര്യം സത്യമാണ്, പോലീസ് പഠിച്ച പണി 18. കേരള പോലീസ് കൃത്യമായിട്ടും പിണറായി സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരള പോലീസ് എങ്ങനെയൊക്കെ ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, അല്ലെ? നിസാര കുറ്റത്തിന് സ്റ്റേഷനിൽ കിട്ടുന്ന യൂത്ത് കോൺഗ്രസ്സുകാരനെ കൈകാര്യം ചെയ്ത രീതി നമ്മൾ കണ്ടു. ഇവിടെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഈ കേരള പോലീസിലെ ക്രൈംബ്രാഞ്ച്, അതാണ് അവിടുത്തെ ഏറ്റവും പ്രസക്തമായ ഒരു വിഷയം. വെറും സാധാരണ ലോക്കൽ പോലീസ് അല്ല ഈ കേസ്, ഒരു സ്പെഷ്യൽ അന്വേഷണമാണ്, പ്രത്യേക അന്വേഷണമാണ് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് നടത്തിക്കുന്നത്. ആ ക്രൈംബ്രാഞ്ച് ശ്രമിച്ചു നോക്കിയിട്ട് ഇക്കാര്യത്തിൽ ഒരു ചുവട് മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല. അങ്ങനെ മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, ഈ അതിജീവിത, ഇതിന് ഇരയായി എന്ന് പറയുന്ന പെൺകുട്ടിയോട് 4 വനിതാ മാധ്യമ പ്രവർത്തകർ സംസാരിച്ചു എന്നാണ് പറയുന്നത്. ഈ 4 പേരിൽ നിന്ന് പോലീസ് മൊഴിയെടുക്കും, ക്രൈംബ്രാഞ്ച് മൊഴിയെടുക്കുമെന്നാണ് അവർ തന്നെ പുറത്തുവിട്ട വിവരം. പക്ഷെ ഈ 4 വനിതാ മാധ്യമ പ്രവർത്തകരെയും ഇതുവരെ സമീപിച്ചിട്ടില്ല ക്രൈംബ്രാഞ്ച്. ഇനി സമീപിച്ചാൽ തന്നെ അവർ മൊഴി കൊടുക്കും, ഒരു വലിയ ചോദ്യമാണ്. അവർ മൊഴി കൊടുത്താൽ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അതിജീവിതയെ സമീപിച്ച് പോലീസ് മൊഴിയെടുക്കുമോ? മൊഴി കൊടുക്കാൻ അതിജീവിത തയ്യാറാകുമോ? പിന്നെ മറ്റൊരു വിഷയം പറഞ്ഞു കേൾക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഈ അബോർഷൻ നടത്തിയത് ബാംഗ്ലൂരിലെ ഹോസ്പിറ്റലിൽ വെച്ചാണെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ബാംഗ്ലൂരിൽ പോയി ഇത് നടത്തിയതിന്റെ രേഖകൾ, ഹെൽത്ത് റെക്കോർഡ്സ് ഉണ്ടാവുമല്ലോ, ട്രീറ്റ്മെന്റ് റെക്കോർഡ്സ് ഉണ്ടാവുമല്ലോ, അത് പോലീസ് എടുക്കുമോ? പോലീസ് ആവശ്യപ്പെട്ടാൽ അവർക്കത് കൊടുക്കാൻ സാധിക്കുമോ? അവിടെ ഒരു നിയമപ്രശ്നമുണ്ട്. ഈ ഒരു വ്യക്തിയുടെ സ്വകാര്യതയാണ്, ഈ ആരോഗ്യം സംബന്ധിക്കുന്ന വിഷയങ്ങളൊക്കെ സ്വകാര്യ വിഷയമാണ്. അവിടെ ആ അതിജീവിതയുടെ അനുവാദമില്ലാതെ അത് അധികൃതർക്ക് കൊടുക്കാൻ സാധിക്കില്ല. അതൊരു വലിയ വിഷയമാണ്. പോലീസ് എന്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഒരു കോടതി ഉത്തരവുമായിട്ട് വരണം. അങ്ങനെ കോടതി ഉത്തരവിന് വേണ്ടിയിട്ട് ശ്രമിച്ച് കേസ് ഒരു മജിസ്ട്രേറ്റിന്റെ അടുക്കൽ എത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ കോടതിയിൽ എത്തിക്കുമ്പോൾ കേസ് നിലനിൽക്കുമോ എന്നുള്ള ചോദ്യം തന്നെ നേരത്തെ നമ്മൾ ചൂണ്ടിക്കാണിച്ചതാണ്. ഇനി ഈ പറഞ്ഞതുപോലെ ആശുപത്രിയിൽ നിന്ന് രഹസ്യമായിട്ട് രേഖകൾ സംഘടിപ്പിച്ചു എന്നിരിക്കട്ടെ, ഏതെങ്കിലും വിധത്തിൽ സമ്മർദ്ദമോ ഭീഷണിയോ ഒക്കെ ചെലുത്തി ഇത് സംഘടിപ്പിച്ചു എന്നിരിക്കട്ടെ, അത് കോടതിയിൽ തെളിവാകുമോ? രഹസ്യമായി കിട്ടുന്ന, ഔദ്യോഗികമായി കിട്ടുന്ന രേഖ മാത്രമേ കോടതിയിൽ തെളിവായിട്ട് സമർപ്പിക്കാൻ പറ്റൂ. അല്ലാതെയുള്ളത് കോടതിയിൽ സമർപ്പിച്ച പോലീസ് മറുപടി പറയേണ്ടി വരും. അപ്പൊ ശരിക്കു പറഞ്ഞ ക്രൈംബ്രാഞ്ച് ഇത് ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ഇങ്ങനെ ഒരു കേസ് തുടക്കമിട്ടു എന്നല്ലാതെ ഇക്കാര്യത്തിൽ പ്രത്യേകിച്ചൊരു നടപടിയും സ്വീകരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല, കഴിയുമെന്ന് തോന്നുന്നില്ല.
നാളെ എങ്ങാനും ഈ അതിജീവിത ഒരു പരാതിയുമായിട്ട് വന്നാൽ അന്ന് കോടതി ചോദിക്കും, പോലീസ് എവിടെ പോയിരുന്നു, ഇതൊക്കെ ഇത്രയൊക്കെ സെൻസേഷണൽ ആയിട്ട് നിങ്ങൾ എന്താ ഒരു നടപടിയും സ്വീകരിച്ചില്ലേ എന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടി കൂടി ആയിക്കോട്ടെ എന്ന് കരുതിയായിരിക്കണം ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഈ FIR ഒക്കെ ഇട്ട് ഈ മൊഴിയെടുക്കാനും അന്വേഷണം നടത്താനും രേഖകൾ ശേഖരിക്കാനും ഒക്കെ നടത്തുന്ന ശ്രമം. അന്ന് പറയാലോ, ഞങ്ങളിത് അന്ന് ശ്രമിച്ചു, അന്ന് നടന്നില്ല, അന്ന് ഇവരാരും സഹകരിച്ചില്ല, കൃത്യമായ മൊഴി കിട്ടിയില്ല എന്നൊക്കെ പോലീസിന് പറഞ്ഞു നിൽക്കാം. ഒരു നിയമപരമായ ഒരു ജാമ്യമെടുക്കലാണ് അവിടെ പോലീസിന്റെ അതിബുദ്ധിയാണ്. അതിൽ കവിഞ്ഞ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമപരമായിട്ട് ഇന്നത്തെ നിലയ്ക്ക് പൂട്ടാനുള്ള ഒന്നും അതിനകത്തില്ല. അതിനിവർക്ക് സാധിക്കുമെന്നും തോന്നുന്നില്ല. ആശുപത്രിയുടെ കാര്യം ഞാൻ പറഞ്ഞു, വനിതാ മാധ്യമ പ്രവർത്തകരുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി ബാലാവകാശ കമ്മീഷന്റെ കാര്യം വരാം. ബാലാവകാശ കമ്മീഷൻ ഇക്കാര്യത്തിൽ ശരിയാണ്, ഗർഭസ്ഥ ശിശുവിന്റെ ജീവിക്കാനുള്ള അവകാശത്തെ ഹനിക്കുന്നത് നിയമപരമായിട്ട് തെറ്റാണ്, അതൊരു കുറ്റകൃത്യമാണ്. ആ കുറ്റകൃത്യമാകണമെങ്കിൽ ബാലാവകാശ കമ്മീഷന് ഈ അതിജീവിതയുടെ മൊഴി വേണം, അല്ലെ? ഇനി അങ്ങനെ മൊഴി കൊടുക്കുമ്പോൾ ഈ അതിജീവിതയും ഈ കേസിൽ പ്രതിയാകുമോ? ഈ ഗർഭഛിദ്രം എന്ന് പറയുന്ന അബോർഷൻ എന്നുള്ള ഇതില് കാരണം അവിടെ പ്രവർത്തിച്ചിരിക്കുന്നത് പെൺകുട്ടിയാണ്. അപ്പോൾ നമുക്ക് അറിഞ്ഞൂടാ അതിന്റെ നിയമവശങ്ങൾ നാളെ എങ്ങനെയൊക്കെ അത് മാറി മറിഞ്ഞു വരും എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ലഭ്യമായ വിവരങ്ങൾ വെച്ച് ഇതിനൊക്കെയുള്ള സാധ്യതകൾ ഉണ്ട്. അവിടെ ബാലാവകാശ കമ്മീഷൻ കൂടുതൽ കടുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഇത് ബൂമറാങ് പോലെ തിരിച്ചു വരുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അപ്പൊ എല്ലാ അർത്ഥത്തിലും ഇതിനെയൊക്കെ വെറുതെ ഈ രാഷ്ട്രീയമായ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ഉപയോഗിക്കാമെന്നല്ലാതെ, ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഇങ്ങനെ ചില ഗിമ്മിക്കുകൾ കാണിക്കാമെന്നല്ലാതെ ഇതുകൊണ്ട് വേറെ പ്രയോജനമൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇതിന്റെ രാഷ്ട്രീയമായ വശം ഞാൻ പറയാം. കേരളത്തിലെ ജനങ്ങൾക്ക്, കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതാവ് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പോയി എന്ന് പറഞ്ഞ് അവരുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നതാണോ അത്? നമ്മൾ വലിയ സദാചാരവും ഇതുമൊക്കെ നമ്മൾ പ്രസംഗിക്കും, അതൊക്കെ പറയും, അതൊക്കെ പ്രചരിപ്പിക്കും, ഒക്കെ ചെയ്യും. പക്ഷേ കാര്യത്തോടെടുക്കുമ്പോൾ അവർക്ക് അവരെ കാര്യം, എനിക്ക് എൻ്റെ കാര്യം. സാധാരണ വോട്ടർമാർ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അവരെ ബാധിക്കുന്ന വിഷയങ്ങൾ വേറെ ഇവിടെ ഒരുപാടുണ്ട്. വിലക്കയറ്റം, ദൈനംദിന നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾക്കുള്ള വിലക്കയറ്റം, അതുപോലെ തകർന്നു കിടക്കുന്ന റോഡുകൾ, ഈ മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങൾ. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ കരാറുകാർക്ക്, ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന റോഡ് നിർമ്മാണം, പാലം നിർമ്മാണം തുടങ്ങിയ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കരാറുകാർക്കടക്കം കുടിശ്ശിക എത്രയാ? 1 ലക്ഷം രൂപയ്ക്ക് മേളിലുള്ള ഒരു ബില്ലും പാസ്സാക്കണ്ടെന്നാണ് ട്രഷറിക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം, ധനമന്ത്രാലയം. വലിയ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധി. ഏതാണ്ട് 20,000 കോടി രൂപയാണ് ഈ ഓണത്തിന് സർക്കാർ ചെലവഴിച്ചു, കണക്കിന് വരാനുണ്ട്. ഇതിൽ എത്ര കോടി രൂപ സർക്കാർ കടമെടുത്തിരിക്കുന്നു? ഇങ്ങനെയെല്ലാം നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദൈനംദിന ജീവിതം വളരെയധികം ബുദ്ധിമുട്ടിലും പ്രതിസന്ധിയിലും ആയിരിക്കുമ്പോൾ അവൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം അന്വേഷിച്ചു പോകാനും ബാലാവകാശ കമ്മീഷൻ എടുത്ത കേസ്, അബോർഷനെ സംബന്ധിച്ച കേസിനെ കുറിച്ച് അന്വേഷിക്കാനും അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനും ആയിരിക്കുമോ താല്പര്യം? അതുകൊണ്ട് ഇതൊക്കെ ഈ തൽക്കാലത്തേക്ക് രാഷ്ട്രീയമായി എതിരാളികളെ നാറ്റിക്കാൻ കിട്ടിയ ഒരു ആയുധം എന്നതിൽ കവിഞ്ഞ് ഇതിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? നമ്മൾ ഈ പറയുന്നത് അതിജീവിതയുടെ മനോദുഃഖത്തെ മനസ്സിലാക്കാതെയോ അവർ നേരിട്ടിരിക്കുന്ന എന്താ പറയേണ്ട വാക്കുകൾ കൊണ്ടും അല്ലാതെയുമുള്ള അവർ നേരിട്ടിരിക്കുന്ന വെല്ലുവിളികൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാതെയോ അല്ല. അതെല്ലാം അവിടെ ഉണ്ട്. അവരോട് നമുക്ക് അങ്ങേയറ്റത്തെ സഹാനുഭൂതിയും ഉണ്ട്. പക്ഷേ നിയമത്തിന്റെ വഴിക്കേ പോകുള്ളൂ. നിയമത്തിന് കണ്ണില്ല, നിയമത്തിന് വികാരങ്ങളില്ല. നിയമത്തിന്റെ മുന്നിൽ തെളിവുകളും സാക്ഷികളുമാണ് പ്രധാനം. ആ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ ഈ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ FIR ഇട്ടിരിക്കുന്ന കേസ് നിലനിൽക്കും. ഇനി ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു എന്ന് പറയുന്നു, അത് നിലനിൽക്കും. ഇതിനൊക്കെ നമ്മൾ ബുദ്ധിപരമായി യുക്തിപരമായിട്ട് വേണം ഉത്തരം കണ്ടെത്താൻ. ഇവിടെ കാള പറ്റൂ എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന തരത്തിലുള്ള മാധ്യമ പ്രവർത്തനം നമുക്ക് നല്ലതല്ല. അത് ഇത്തരം ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കി വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളെ സൃഷ്ടിച്ച് മുതലെടുക്കാൻ, വ്യൂവർഷിപ്പ് കൂട്ടാൻ നടക്കുന്ന
ചാനലുകൾ, നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ ഈ കാര്യം വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ടത്. വാർത്തയാണ്, വാർത്തയൊക്കെ പറയട്ടെ, നമുക്ക് വിഷയമല്ല. പക്ഷെ അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ എല്ലാ വശങ്ങളും വിശകലനം ചെയ്യണം. വിവാദങ്ങൾ മാത്രം വിശകലനം ചെയ്താൽ പോരാ. ഈ നിലവിൽ ഈ പറയുന്ന മാധ്യമധർമ്മത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന മാധ്യമപ്രവർത്തകർ, പ്രത്യേകിച്ചും വനിതാ മാധ്യമപ്രവർത്തകർ, തീർച്ചയായിട്ടും ഈ കേസിൽ ക്രൈംബ്രാഞ്ച് സമീപിച്ചാൽ മൊഴി കൊടുക്കേണ്ടതാണ്. അവരുടെ മൊഴിയെ അടിസ്ഥാനപ്പെടുത്തി പോലീസിന് മുന്നോട്ട് പോകാം. അങ്ങനെ സംഭവിച്ചാൽ അത് കേസിലൊരു വഴിത്തിരിവാണ്. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഈ കേസിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. ക്രൈംബ്രാഞ്ച് വളരെ സമർത്ഥമായിട്ട് അവരുടെ ഭാഗം ക്ലിയറാക്കാൻ, പോലീസിന്റെ ഭാഗം ക്ലിയറാക്കാൻ, ആഭ്യന്തര വകുപ്പിന്റെ ന്യായം നിരത്താൻ ഒക്കെ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. നാളെ ഒരു ചോദ്യം വന്നാൽ അവർക്ക് പറയാൻ മറുപടിയുണ്ട്. ഞങ്ങൾ അന്ന് ഇതൊക്കെ ചെയ്തു, തുടക്കമിട്ടു, അന്വേഷിച്ചു, മൊഴിയെടുക്കാൻ ശ്രമിച്ചു, ആരും മൊഴി തരുന്നില്ല, ആരും തെളിവുകൾ ഹാജരാക്കുന്നില്ല, അതിജീവിത രംഗത്ത് വരുന്നില്ല, ഞങ്ങൾ പിന്നെന്ത് ചെയ്യും? കാര്യം കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഈ കേസിൽ എന്തെങ്കിലും നടപടി പിണറായി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വകയില്ല.